നമസ്കാരം. നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാൻ പഠിച്ചായിരുന്നു. റൂള്, മെത്തേഡ്, സ്ട്രാറ്റജി, പ്രൊസീജിയർ, പ്രോഗ്രാം, പോളിസി എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് പഠിച്ചായിരുന്നു. ഈ പ്ലാനുകൾ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പ്ലാൻസുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു പ്ലാനും വേറൊരു പ്ലാനും, പോളിസി, സ്ട്രാറ്റജി, മെത്തേഡ്, റൂൾ എന്നൊക്കെ പറയുന്ന വ്യത്യാസങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് റൂൾസും മെത്തേഡ്സും തമ്മിലുള്ള വ്യത്യാസം. റൂൾസും മെത്തേഡ്സും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇറ്റ് എൻഷുവേഴ്സ് ഡിസിപ്ലിൻ. നിയമങ്ങൾ, അച്ചടക്കങ്ങൾ ഉറപ്പുവരുത്തുന്നു. കൃത്യമായ നിയമം പാലിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അച്ചടക്കം ഉറപ്പാണ്. എന്നാൽ മെത്തേഡ്സ് നോക്കി, ഇറ്റ് എയിംസ് ടു ഇൻക്രീസ് എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ. പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഓരോ മെത്തേഡുകൾ കണ്ടുപിടിക്കുന്നത്. ഏത് രീതിയിൽ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ളത് പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ്. രണ്ടാമത്തേത് പെനാലിറ്റി അറ്റാച്ച്ഡ് ടു വയലേഷൻ. വെനെവർ ദ വയലേഷൻ ഹാപ്പൻ ദർ വിൽ ബി പെനാലിറ്റി. ചില പണിഷ്മെന്റുകൾ നൽകും, ചില പെനാൽറ്റികൾ നൽകും. വയലേഷൻ ഉണ്ടായാൽ നിയമങ്ങൾ ലംഘിക്കുന്നതിന് ചില ശിക്ഷകൾ നൽകും. ദർ ഇസ് നോ പെനാൽറ്റി ഫോർ വയലേഷൻ ഇൻ മെത്തേഡ്സ്. മെത്തേഡ് വയലേറ്റ് ചെയ്യുന്നതിന് ശിക്ഷയൊന്നുമില്ല. ചിലപ്പം സാഹചര്യത്തിനനുസരിച്ച് നല്ല മെത്തേഡുകൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. രീതികൾ ലംഘിച്ചാലും ശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതുപോലെ ഒരു നിയമം അതിനുവേണ്ടി ഉണ്ടാക്കണം. ഒരു ലംഘനവും പാടില്ല എന്നുള്ള നിയമം ഉണ്ടാക്കിയാൽ ചിലപ്പം അതിന് ശിക്ഷ നൽകാം. എന്നാലും മെത്തേഡുകൾ അതിനെ, സംഭവത്തെ, ആ പ്രവർത്തനത്തെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാകുന്നത്. മൂന്നാമത്തേത് റിഗാർഡഡ് ആസ് ഒഫീഷ്യൽ ആൻഡ് അതോറിറ്റേറ്റീവ്. നിയമം ഔദ്യോഗികവും ആധികാരികവുമായിരിക്കും. എക്സിക്യൂട്ടീവ്സ്, ടോപ്പ് ലെവൽ മാനേജേഴ്സിന്റെ കൃത്യമായ ഫ്രെയിമിങ്ങോടുകൂടിയാണ് റൂൾസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് ആധികാരികവും ഔദ്യോഗികവുമാണ്. എന്നാൽ രീതികൾ നോക്കി, മെത്തേഡ്സ് റിഗാർഡഡ് ആസ് ലോജിക്കൽ ആൻഡ് റാഷണൽ. ന്യായമായ, യുക്തിസഹമായതായിരിക്കും രീതികൾ. ന്യായവുമായിരിക്കും, യുക്തിസഹജവുമായിരിക്കും. ബോധം കൊണ്ട് ആ സ്ഥലത്ത് അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് രീതികൾ ഉണ്ടാക്കുന്നത്. ഇതാണ് ഒന്നാമത്തേതായിട്ടുള്ള ഡിഫറൻസ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നയങ്ങളും തന്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്ട്രാറ്റജി എന്ന് പറയും. നയങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പോളിസീസ് എന്ന് പറയും. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമുക്ക് ഇപ്പോഴ് പഠിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചേ, സ്ട്രാറ്റജി ആൻഡ് പോളിസി. Strategy is the general program of action and deployment of emphasis and resources. ഏത് രീതിയിൽ ഒരു പ്രോഗ്രാം ചെയ്യണം, ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ് സ്ട്രാറ്റജി കൊണ്ട് തീരുമാനിക്കുന്നത്. എംഫസിസിനെയും കിട്ടുന്ന റിസോഴ്സിനെയും, ആ സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള നിർബന്ധത്തെയും പ്രാധാന്യത്തെയും മനസ്സിലാക്കുകയും റിസോഴ്സസിനെ ആശ്രയിച്ച് സ്ട്രാറ്റജി മാറ്റാനായിട്ടൊക്കെ സാധിക്കും. എന്നാൽ പോളിസി നോക്കി, പോളിസി ഈസ് എ ഗൈഡ് ടു തിങ്കിങ്. ഇന്ന പോളിസി സ്ഥാപനം എടുത്തിട്ടുള്ളതുകൊണ്ട് വേറൊരു രീതിയിൽ ചിന്തിക്കാനോ പറയാനോ കഴിയില്ല. അതിനെ ബേസ് ചെയ്ത് ചിന്തിക്കാനല്ലാതെ വേറൊന്നും നമുക്ക് പറ്റത്തില്ല. പോളിസി ഈസ് എ ഗൈഡ് ടു തിങ്കിങ്. രണ്ടാമത്തെ നോക്കി, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസ് പ്ലാൻ ആണ്.
ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടത്തേക്ക് മാത്രമേ അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സിംഗിൾ യൂസിനുണ്ട്, ഒരു പർപ്പസിന് വേണ്ടിയാണ്. രണ്ടാമത്തേത് പോളിസി എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ്, നിലനിൽക്കും. എല്ലാ കാലത്തേക്കും ഒരു പോളിസി എടുത്താൽ ആ പോളിസി നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്ലാൻ ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റേറ്റീവ്സിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കിയാണ് അതിനെ വെല്ലുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കുവാൻ വേണ്ടി നമ്മൾ സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുന്നത്. പോളിസി ഈസ് ഫോർമുലേറ്റഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം ഇറ്റ് സെൽഫ്. പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലക്ഷ്യത്തെ ആശ്രയിച്ചാണ്. നമ്മുടെ പോളിസി നിയന്ത്രിക്കുന്നത്, നമ്മുടെ നയങ്ങൾ നമ്മൾ രൂപീകരിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തെ ആശ്രയിച്ചാണ്. നാലാമത്തേത്, സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ടു ഡീൽ വിത്ത് അൺനോൺ എൻവയോൺമെന്റ് ഇൻ ദ ഫ്യൂച്ചർ. അവരുടെ സ്ഥാപനം, അതായത് നമ്മുടെ ശത്രുത്വ പക്ഷത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്ത് പ്ലാൻ അപ്ലൈ ചെയ്ത് അതുകൊണ്ട് ഭാവിയിൽ ഇന്ന പ്രയോജനങ്ങൾ അവർക്കുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ എന്ന പ്ലാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി, അപ്പൊ അതുകൊണ്ട് കൃത്യമായി ഫ്യൂച്ചർ എൻവയോൺമെന്റ് ആണ്, നമുക്കൊരിക്കലും മനസ്സിലാകാത്ത ഒരു ഫ്യൂച്ചർ എൻവയോൺമെന്റിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രാറ്റജി ഉണ്ടാകുന്നത്. ദിസ് സിറ്റുവേഷൻ ഈസ് ഫെയിംഡ് this situation to be faced by a policy are comparatively known. ഏകദേശമൊക്കെ അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോളിസി ഫോം ചെയ്യുന്നത്. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് പോളിസികൾ ഫോം ചെയ്യുന്നത്. പോളിസിയെക്കുറിച്ച് നമ്മൾ പഠിച്ച ക്ലാസ്സിനെ ഒന്നുകൂടെ ഓർത്തെടുത്താൽ അത് മനസ്സിലാവും. ഭാവിയിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മുടെ പോളിസി ഇങ്ങനെ ആയിരിക്കണം എന്നാണ് പോളിസിക്കകത്ത് നമ്മൾ തീരുമാനിക്കുന്നത്. ഇതാണ് നയങ്ങൾ അല്ലെങ്കിൽ പോളിസികളും സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയമങ്ങളും നടപടിക്രമങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. നിയമങ്ങളും നടപടിക്രമങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിയമങ്ങൾ, അതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം, റൂൾസ്. നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രൊസീജിയർ. നിയമങ്ങളും നടപടിക്രമങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, റൂൾസ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. ഒരു കാര്യം ചെയ്യണമോ ചെയ്യാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. അത് മുഖാന്തരം, ഈ റൂൾ മുഖാന്തരം ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ട്. ഇപ്പം ക്ലാസ്സിൽ നിന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്ന നിയമങ്ങളുണ്ട്, ചില ബെല്ലടിച്ചാൽ പുറത്തേക്ക് പോകണമെന്നുള്ളതുണ്ട്. അപ്പം കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷനാണ് റൂൾ മുഖാന്തരമുള്ളത്. പ്രൊസീജിയേഴ്സ് ആർ സീരീസ് ഓഫ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ. ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒന്നിനു പുറകെ ഒന്നായി ചെയ്യേണ്ടിയ കാര്യങ്ങളുടെ ഒരു അവതരണമാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. റൂൾസ് മേ ഓർ മേ നോട്ട് ബി പാർട്ട് ഓഫ് പ്രൊസീജിയർ. റൂള് എന്ന് പറയുന്നത് നടപടിക്രമങ്ങളുടെ ഭാഗമാവുകയോ ആകാതിരിക്കുകയോ ചെയ്യാം. നിയമങ്ങൾ മുഖാന്തരം നടപടിക്രമങ്ങൾ ഉണ്ടാക്കിയേക്കാം, നിയമങ്ങളെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കാം. എന്നാൽ പ്രൊസീജിയർ ഈസ് നോട്ട് പാർട്ട് ഓഫ് റൂൾ. നിയമത്തിന്റെ ഭാഗം അല്ല പ്രൊസീജിയർ. നടപടിക്രമങ്ങൾ ഒരിക്കലും നിയമത്തിന്റെ ഭാഗമല്ല. വളരെ റിജിഡാണ്. റൂൾ എന്ന് പറഞ്ഞാൽ വളരെ റിജിഡാണ്. അതിനകത്ത് വേറെ മാറ്റങ്ങൾക്കോ വ്യത്യാസങ്ങൾക്കോ ഒന്നും സാധ്യതയില്ല. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ മാനേജ്മെന്റുകാരെടുക്കുന്ന നിയമങ്ങൾ മാറ്റാൻ അവകാശമില്ല. പ്രൊസീജിയർ ഫ്ലെക്സിബിൾ ടു സം എക്സ്റ്റെന്റ്. മാറ്റിയെടുക്കാൻ പറ്റും. ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, എന്നാൽ സാഹചര്യം ചെന്നപ്പോഴാണ് മനസ്സിലായത് ആദ്യം ഇന്ന കാര്യം ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട്
ആ പ്രൊസീജിയറിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ആത്യന്തികമായുള്ള ഒബ്ജക്റ്റീവിന് മാത്രമില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ അതിന്റെ സീരീസ് നടക്കും. എന്നാൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. ഗൈഡ് ടു ബിഹേവിയർ റൂൾസ് എന്താണ്? കൃത്യമായ സ്വഭാവങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി, പ്രവർത്തനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി ഇതിന് വെച്ചുകൊണ്ടേ നിനക്ക് ചിന്തിക്കാനും പറയാനും ഒക്കെ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് റൂൾസ് നിയമിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ. എന്നാൽ പ്രൊസീജിയർ ഈസ് എ ഗൈഡ് ടു ആക്ഷൻ. ആ പർട്ടിക്കുലർ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രൊസീജിയറിൽ കൂടി. അപ്പോൾ ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ളൊരു ഗൈഡായിട്ടാണ് പ്രൊസീജിയർ ആക്ട് ചെയ്യുന്നത്. ഇതാണ് റൂൾസും പ്രൊസീജിയറും തമ്മിലുള്ള വ്യത്യാസം. അടുത്തതായി വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് റൂൾസും പോളിസികളും തമ്മിലുള്ള വ്യത്യാസം. റൂൾസും പോളിസികളും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രാധാന്യം അർഹിക്കുന്ന, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റൂൾസും പോളിസികൾ. പോളിസി നോക്കി, ഇറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ പോളിസി ഇങ്ങനെയാണ് എന്നുള്ളത് ഒരു ജനറൽ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ റൂളുകൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ പോളിസി ഇങ്ങനെയാണ്, നല്ല കുട്ടിയായി ജീവിക്കണം എന്ന് ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ അതൊരു പോളിസിയാണ്, നമ്മുടെ പോളിസിയാണ്. നല്ല കുട്ടിയായി നമ്മൾ ജീവിക്കും. അങ്ങനെ ആവുമ്പോൾ നമ്മൾ അതിനകത്ത് കുറേ നിയമങ്ങളും നിബന്ധനകളും ഉണ്ടാകും. ഒരു സ്കൂളിന് നല്ല റിസൾട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ പോളിസിയാണ്, അതിനകത്ത് അവർ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതാണ് ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഒരു വ്യവസ്ഥാപിതമായ ഒരു പ്രഖ്യാപനം. റൂൾസോ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റാണ്. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ റൂളുകളുണ്ട്, ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. പോളിസി നോക്കി, ഗൈഡ് ടു ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വേണ്ടിയുള്ള ഗൈഡാണ്, നയിക്കുന്നത്. അങ്ങനെയാണ് പോളിസി കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോളിസിയാണ് നമ്മുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. റൂൾസ് നോക്കി, ഗൈഡ് ടു ബിഹേവിയർ. നമ്മളിത് തൊട്ടു മുമ്പ് പഠിച്ചതാണ്. പിന്നീട് അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും ചിന്തിക്കാനോ പറയാനോ ഒന്നും സാധിക്കില്ല. നമ്മുടെ സ്വഭാവത്തെ തന്നെ, രീതികളെ തന്നെ മാറ്റിമറിക്കും. അതിന് പിന്നെ വയലേഷൻ പറ്റത്തില്ല. എന്ത് കാര്യങ്ങൾ ഉണ്ടായിരുന്നാലും നിയമം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന് വയലേഷൻ പറ്റത്തില്ല. അതും അങ്ങനെ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ രൂപീകരിക്കും. പോളിസി നോക്കി, ഫ്ലെക്സിബിൾ ആണ്. കണിശക്കാരാണെങ്കിൽ കൂടി ചില സമയത്ത് അത് ഫ്ലെക്സിബിൾ ആയിട്ട് മാറും, ഇല്ലേ? പല തീരുമാനങ്ങളും പേരൻസ് കൈക്കൊണ്ടിട്ട് മക്കളുടെ നിർബന്ധം അനുസരിച്ച് ആ പോളിസി അവർ മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഫ്ലെക്സിബിൾ എന്ന് പറയും. എന്നാൽ റൂൾസ് അത് റിജിഡാണ്, മാറ്റമില്ല. ആ റൂൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ റൂളും ലംഘിക്കാൻ ആർക്കും അനുവാദം ഇല്ല. ഇതാണ് പോളിസിയും റൂൾസും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് പോളിസിയും പ്രൊസീജിയറും തമ്മിലുള്ള വ്യത്യാസമാണ്. പോളിസിയും പ്രൊസീജിയറും തമ്മിലുള്ള വ്യത്യാസമാണ്. പോളിസി പ്ലാൻസും പ്രൊസീജിയർ പ്ലാൻസും തമ്മിലുള്ള വ്യത്യാസമാണ്. നോക്കി, പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയങ്ങൾ, പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങൾ. ഈ പ്രഥമ ദൃഷ്ടിയാൽ ഇത്രയെങ്കിലും നിങ്ങളൊന്ന് ഓർത്തെടുക്കും. പോളിസീസ് ആർ ഗൈഡ്സ് ടു തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള സഹായിക്കുന്നതാണ് പോളിസീസ് എന്ന് പറയുന്നത്. ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കാനും നമ്മളെ സഹായിക്കുന്ന പോളിസിയാണ്. ആ പോളിസിയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആലോചിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു, നല്ല കുട്ടിയായി, നല്ല വിദ്യാർത്ഥിയായിരിക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പിന്നീട് ആലോചിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും. പ്രൊസീജിയേഴ്സ് ആർ ഗൈഡ്സ് ടു ആക്ഷൻ. ഒരു പെർട്ടിക്കുലർ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയുള്ള സഹായകമാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആ പെർട്ടിക്കുലർ ജോലി മാത്രമാണ് നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കുന്നത്. എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഒരു പൊതു തത്വമായി അതങ്ങ് എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്.
വിശുദ്ധീകരിച്ചിരിക്കുകയാണ്, പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റായി. എന്നാൽ എക്സ്പ്രസ് ഇൻ മോർ സ്പെസിഫിക് ടേം, ഒരു കാര്യത്തിൽ ചെയ്യേണ്ടതായതുകൊണ്ട് അതിനകത്തെ വാക്കുകൾ, അതിനകത്തെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഒരു പൊതുവായ കാര്യങ്ങളല്ല, അതിലുപരിയായി കൃത്യമായി ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞിരിക്കുകയാണ്. പ്രൊസീജിയർ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പോളിസി ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മൾ മുമ്പേ പോളിസിയും റൂളും തമ്മിൽ പറഞ്ഞപ്പോഴും ഇത് തന്നെ പറഞ്ഞു, ഫ്ലെക്സിബിൾ ആണ്. എന്നാൽ പ്രൊസീജിയർ ഫ്ലെക്സിബിൾ അല്ല എന്ന അർത്ഥമില്ല, മറിച്ച് ലെസ് ഫ്ലെക്സിബിൾ ആണ്. പോളിസിയുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രൊസീജിയറിന് അയവ് കുറവാണ്. കാരണം ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് പ്രൊസീജിയർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പിന്നീടൊരു അയവ് ഉണ്ടാവില്ല. കാരണം ആ സംഭവവുമായി ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. ഇനി വലിയ ചേഞ്ച് വരുത്തിയാൽ ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചിലപ്പോൾ മാറിപ്പോകും. നാലാമത്തേത്, ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എന്റർപ്രൈസസ്. പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണോ അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ്, സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത്. പ്രൊസീജിയർ ഈസ് ലേഡ് ഡൗൺ ടു ഇംപ്ലിമെന്റ് സം പോളിസി. ചില പോളിസികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. വലിയ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചുള്ളതാണ് പോളിസി എങ്കിൽ, വളരെ ചെറുതായി ആ വലിയ പ്രവൃത്തിയെ ചെറിയ 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 ഭാഗങ്ങളാക്കിയെടുത്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് പ്രൊസീജിയറിനകത്ത് പറയുന്നത്. പോളിസി തിയറട്ടിക്കലാണ്, ബൗദ്ധികമായി ചില തീരുമാനങ്ങളാണ് തിയറട്ടിക്കൽ പോളിസി എന്ന് പറയുന്നത്. എന്നാൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്, വളരെ അടുത്ത് ആ പ്രവൃത്തി ചെയ്യാൻ പോകണം, അത് എങ്ങനെ ചെയ്യണമെന്നുള്ള, ഏത് സിസ്റ്റമാറ്റിക്കലായിട്ട് അത് ചെയ്യണം, ഏത് നടപടിക്രമത്തിലൂടെ അത് ചെയ്യണം എന്നാണ് പ്രൊസീജിയറിനകത്ത് പറയുന്നത്. ഇതാണ് പോളിസിയും പ്രൊസീജിയറും തമ്മിലുള്ള വ്യത്യാസം. അവസാനമായി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പോളിസിയും ഒബ്ജക്റ്റീവും തമ്മിലുള്ള വ്യത്യാസമാണ്. പോളിസീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. പോളിസീസ് എന്ന് പറഞ്ഞാൽ നയങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ. നോക്കിയേ, പോളിസീസ് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ ആക്ടിവിറ്റീസ് ടു ബി ഡൺ ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് നേടിയെടുക്കുവാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് സഹായകരം നൽകുക. എന്നാൽ ഒബ്ജക്റ്റീവ് എന്താന്ന് നോക്കി, ഒബ്ജക്റ്റീവ്സ് ആർ ദ എൻഡ് റിസൾട്ട്സ് ടു ബി അച്ചീവ്ഡ് ബൈ എൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനം നേടിയെടുക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവിനെ നേടിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ വേണോ അതിന് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് ആണ് പോളിസീസ് എന്ന് പറയുന്നത്. നമ്മളിത് കൃത്യമായി ടൈപ്സ് ഓഫ് പ്ലാൻസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട്, പോളിസീസ് ഡിറ്റർമിൻ ഹൗ ദ വർക്ക് ഈസ് ടു ബി ഡൺ. എങ്ങനെ ഒരു പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് പോളിസിക്കകത്ത് പറയുന്നത്. എന്നാൽ ഒബ്ജക്റ്റീവ് അങ്ങനല്ല. ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ വാട്ട് ഈസ് ടു ബി ഡൺ. എന്താ ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് അത് എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് പോളിസി ഫിക്സ് ചെയ്യുന്നത്. മൂന്നാമത്തത്, പോളിസീസ് ഡിറൈവ്ഡ് ഫ്രം ഒബ്ജക്റ്റീവ്സ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു, പോളിസി ഉണ്ടാക്കിയെടുക്കുന്നത് എന്ത് നേടിയെടുക്കണമെന്ന് ഉള്ളതിനെ ആശ്രയിച്ചാണ്. വിദ്യാഭ്യാസമാണ് എങ്കിൽ അത് ഒരു രീതി, കച്ചവടമാണെങ്കിൽ അത് വേറൊരു രീതി, തൊഴിലാണ് എങ്കിൽ അതിന് വേറൊരു രീതി. അങ്ങനെ എന്ത് നേടിയെടുക്കണമോ അതിനെ ആശ്രയിച്ചാണ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. Objectives is derived from the mission of the organization. ഒബ്ജക്റ്റീവിന് പോളിസിയുമായിട്ടല്ല ബന്ധം, സ്ഥാപനത്തിന്റെ ദൗത്യമായിട്ടാണ് ബന്ധം. സ്ഥാപനം സ്ഥാപിച്ചിരിക്കുന്നത് എന്ത് ദൗത്യത്തിലാണോ ആ ദൗത്യം വെച്ചുകൊണ്ട് എന്താണോ അറ്റൈൻ ചെയ്യേണ്ടത് അതാണ് ഒബ്ജക്റ്റീവ്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ മിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഏറ്റവും ഒടുവിലായി
പോളിസീസ് ആർ ഫോർമുലേറ്റഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ടോപ്പ്, മിഡിൽ ആൻഡ് ലോവർ. 3 ലെവൽസിലും പോളിസിക്ക് പ്രാധാന്യമുണ്ട്. ആ 3 ലെവൽസിലും ഒരുപോലെ പോളിസി ഫോർമുലേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒബ്ജക്റ്റീവ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റ് മാത്രമാണ് ഒബ്ജക്റ്റീവ്സ് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുന്ന ഒബ്ജക്റ്റീവ്സിനെ 3 ലെവൽ കൊണ്ടുവരികയും ആ ലെവൽസിൽ വെച്ച് അതിനെ കൃത്യമായി പോളിസി ഫോർമുലേറ്റ് ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് ഡിഫറൻസ് ആയിട്ടുള്ളത്. ഇത്തിരി ലെങ്തിയുള്ള ടോപ്പിക്കാണ്, പോർഷനാണെന്ന് എനിക്കറിയാം. എങ്കിലും പ്രാധാന്യം അർഹിക്കുന്നതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും പഠിക്കാനിടയാകട്ടെ. നമസ്കാരം.